പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വ്യൂ ഒക്കെ കണ്ട് നല്ല രസമാട്ടോ, നല്ല തണുപ്പുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കൊന്നും എടുത്തില്ല, ഒരു ക്യാപ്പ് പോലും എടുത്തിട്ടില്ല. ഞങ്ങളിങ്ങനെ അലക്ഷ്യമായി പോയതുകൊണ്ട്. ഹസ്ബൻഡ് പിന്നെ ഇങ്ങനെ പ്ലാൻ ഇല്ലാതെ എവിടെ പോകാനും ഭയങ്കര എനർജറ്റിക്കാണ്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും നല്ല പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്താൽ പോകാനാണ് ഇഷ്ടം. പക്ഷേ ഇത് പോയിട്ട് എനിക്ക് നിരാശപ്പെട്ടിട്ടില്ല. നോക്കിയ വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ ഒരു നൂല് പോലെ കാണുന്നത്. നിരാശപ്പെട്ടിട്ടില്ല. എന്നാലും എന്താ പറയുക, പ്ലാൻ ചെയ്തിട്ട് പോകാനാണ് എനിക്കിഷ്ടം. അങ്ങനെ പോയി ഞങ്ങൾ അങ്ങ് പക്ഷെ ഇതൊന്നും അല്ല, ഇതിൻ്റെ മുകളിലും കയറണം. പിന്നെയും 2 മണിക്കൂർ 1 മണിക്കൂർ കയറാനുണ്ട് ഇതിൻ്റെ വ്യൂ പോയിൻ്റ് എത്താൻ. പക്ഷെ ഞങ്ങൾക്ക് കുട്ടിയുണ്ടല്ലോ, പിന്നെ അട്ടയും അതിൻ്റെ ശല്യവും, പിന്നെ ശ്വാസമൊക്കെ കിട്ടുമ്പോൾ ബുദ്ധിമുട്ടാവും, ശ്വാസം എടുക്കുമ്പോൾ കുട്ടിയുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അത്രയും വ്യൂ പോയിൻ്റ് കാണാൻ അത്രയും മുകളിൽ കയറിയില്ല. പിന്നെ നമ്മൾ തിരിച്ചു താഴോട്ടേക്ക് വ്യൂ ഒക്കെ കണ്ട് ഒന്ന് ഉഷാറായി കണ്ട് തിരിച്ചു. എൻ്റെ മോനൊക്കെ ആസ്വദിച്ച് കുറേ സമയം അവിടെ നിന്ന് നല്ല രീതിയിൽ ചിലവഴിച്ച് വന്നു. മുകളിൽ പോകാൻ നിന്നില്ല, കാരണം മുകളിൽ പോയാൽ ഭയങ്കര കോടയും പിന്നെ ശ്വാസത്തിനൊന്ന് തടസ്സമായി പോയാലോ എന്നുള്ള പേടിയിൽ. പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ വന്നു ഗൈസ്. എന്താ ഒരു അനുഭൂതി. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ താഴോട്ട് ഇറങ്ങി. അതേ മല കയറിയിട്ട് കുറച്ച് താഴോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് പറഞ്ഞ്, കാപ്പിമല വെള്ളച്ചാട്ടം. അതിനെ പറയാം കാപ്പിമല വെള്ളച്ചാട്ടം. അങ്ങനെ ഞങ്ങൾ ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയാണ്. നല്ലൊരു എന്താ പറയുക, സീനറീസാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാപ്പിമല വെള്ളച്ചാട്ടത്തിൽ. അങ്ങനെ ഞങ്ങളിങ്ങനെ അലക്ഷ്യമായി വന്ന ആൾക്കാർ നല്ല സന്തോഷത്തോടെ പോയി കണ്ടു. അങ്ങനെ പോകുന്ന വഴിക്ക്, വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ 2 ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതിലിങ്ങനെ കുറേ ആടിക്കളിച്ചു. നല്ലോണം പ്രകൃതി ആസ്വദിച്ചു. നല്ല മലനിരകളും പച്ചപ്പും അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇങ്ങനെ ഇരുന്ന് പിന്നെ മുകളിലോട്ടേക്ക് കയറണം. കാരണം കുറേ നമ്മൾ നടന്നല്ലോ, എൻ്റെ മോന് ക്ഷീണമായി. അങ്ങനെ പിന്നെ കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്ന് മെല്ലെ പതിയെ കയറി. കുറച്ച് ഊഞ്ഞാലയിലെല്ലാം കളിച്ചിട്ട് പതിയെ കയറി. പിന്നെ കയറിയിട്ട് പിന്നെ എൻ്റെ മോന് കുറച്ച് ക്ഷീണമായി.